ഹലോ ഹായ് വെൽക്കം ടു സിവിൽ സർവീസ് സിംപ്ലിഫയർ. പല രീതിയിലും ആളുകളെ കബളിപ്പിച്ച് ഫിസിക്കൽ അഥവാ സെക്ഷൽ റിലേഷൻഷിപ്പിലേക്ക് ഏർപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. എന്നാൽ ഇതിൽ ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് വിവാഹ വാഗ്ദാനം നൽകി ഫിസിക്കൽ റിലേഷൻഷിപ്പിലേക്ക് പോകുന്നവരാണ്. എന്നാൽ ഇത് ചീറ്റിംഗ് ആണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ സ്ത്രീകൾ റേപ്പിന് കേസ് ഫയൽ ചെയ്യാറുണ്ട്. എന്നാൽ ചില സ്ത്രീകൾക്ക് ഇതിന് റേപ്പ് പറഞ്ഞിട്ട് കേസ് ഫയൽ ചെയ്യാൻ പറ്റില്ല എന്നാണ് ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. കേസ് എന്ന് പറയുന്നത് വീരേന്ദ്ര യാദവ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് മധ്യപ്രദേശ് ആണ് കേസ് എന്ന് പറയുന്നത്. ഈ കേസിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഈ പറഞ്ഞ രണ്ടുപേരും വിവാഹിതരാണ്. എന്നാൽ ഈ പുരുഷൻ ആ സ്ത്രീക്ക് കൊടുത്ത വാക്ക് എന്ന് പറയുന്നത് ഞാൻ എൻ്റെ ഭാര്യയെ ഡിവോഴ്സ് ചെയ്ത് നിന്നെ കല്യാണം കഴിക്കും എന്ന് പറഞ്ഞിട്ടാണ് ഈ റിലേഷൻഷിപ്പ് തുടങ്ങിയിട്ടുള്ളത്. എന്നാൽ ഒരുപാട് തവണ ഇവർ തമ്മിൽ ഫിസിക്കൽ റിലേഷൻഷിപ്പ് നടന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ അവസാനം ഈ വ്യക്തി പറഞ്ഞു എൻ്റെ ഭാര്യയെ എനിക്ക് ഡിവോഴ്സ് ചെയ്യാൻ പറ്റില്ല, ആ ഒരു പൊസിഷനിലാണ് ഉള്ളതെന്ന് പറഞ്ഞത് കൊണ്ട് ഈ സ്ത്രീ വഞ്ചിക്കപ്പെട്ടു എന്ന് മനസ്സിലായതിനു ശേഷം ഈ സ്ത്രീ എന്ത് ചെയ്തു, റേപ്പിന് കേസ് ഫയൽ ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. സ്വാഭാവികമായി സാധാരണ രീതിയിൽ ഈ ഒരു കേസ് ഈ പ്രതിക്ക് ശിക്ഷ ലഭിക്കേണ്ടതാണ്. എന്നാൽ ഇവിടെ കോടതി മധ്യപ്രദേശ് ഹൈക്കോടതി ചെയ്തതെന്ന് പറയുന്നത് ഈ കേസ് തള്ളുകയാണ് ചെയ്തത്. കേസ് കോടതി പറഞ്ഞിട്ടുള്ളത് ഒരിക്കലും റേപ്പായിട്ട് ഇത് കണക്കാക്കാൻ പറ്റില്ല, കാരണം ഇത് ഇവരുടെ കൺസെന്റ് കൊണ്ട് തന്നെയാണ് ഈ ഒരു പ്രവൃത്തി ചെയ്തിട്ടുള്ളത് എന്നാണ് മധ്യപ്രദേശ് ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളത്. രണ്ടുപേരും വിവാഹിതരാണെന്ന് പരസ്പരം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇവർ ഫിസിക്കൽ റിലേഷൻഷിപ്പിലേക്ക് ഏർപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എന്ത് അടിസ്ഥാനത്തിലാണ് ഈ ഒരു സ്ത്രീ ഈ ഒരു വ്യക്തിയെ വിശ്വസിക്കുക എന്നാണ് ഹൈക്കോടതി ചോദിച്ചിട്ടുള്ളത്. കാരണം ഈ ഒരു വ്യക്തി ഫിസിക്കൽ റിലേഷൻഷിപ്പുമായിട്ട് ഈ സ്ത്രീയോടൊപ്പം വരുമ്പോൾ ഈ ഒരു വ്യക്തി ഓൾറെഡി സ്വന്തം ഭാര്യയെ ചതിച്ചുകൊണ്ടാണ് ഇവർ തമ്മിലുള്ള ഫിസിക്കൽ റിലേഷൻഷിപ്പ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് ആ സ്ത്രീക്ക് പൂർണ്ണ ബോധ്യവുമുണ്ട്. പിന്നെ എന്ത് അടിസ്ഥാനത്തിലാണ് ഇത് വിശ്വസിക്കുക എന്നാണ് കോടതി ചോദിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കല്യാണം കഴിഞ്ഞ ഒരു സ്ത്രീ ആണെങ്കിൽ ആ സ്ത്രീയോട് ഒരു വ്യക്തി, അത് കല്യാണം കഴിഞ്ഞ വ്യക്തിയാവട്ടെ അല്ലെങ്കിൽ കഴിയാത്ത വ്യക്തിയാവട്ടെ, അയാൾ വിവാഹം കഴിക്കാം എന്ന് പറഞ്ഞിട്ട് ഒരു അപ്രോച്ച് നടത്തി ഫിസിക്കൽ റിലേഷൻഷിപ്പിലേക്ക് തുടരുകയും എന്നാൽ പിന്നീട് ആ ഒരു വാക്ക് ബ്രേക്ക് ചെയ്തു കഴിഞ്ഞാൽ റേപ്പ് എന്ന ഒരു കേസ് ഫയൽ ചെയ്യാൻ പറ്റില്ല എന്നാണ് മധ്യപ്രദേശ് ഹൈക്കോടതി പറഞ്ഞത്. കാരണം ഈ ഒരു സ്ത്രീ സ്വന്തം ഭർത്താവിനെ ഇവിടെ വഞ്ചിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അതും കൂടി കൺസിഡറേഷനിൽ എടുക്കണം. കാരണം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ ഒരു പ്രവൃത്തി ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരിക്കലും റേപ്പ് കേസ് എന്നും പറഞ്ഞിട്ട്, അതായത് എന്റെ കൺസെന്റ് ഇല്ലാതെയാണ് ഇത്, അല്ലെങ്കിൽ എന്നെ ഫോൾസ് ആയിട്ടുള്ള ഒരു പ്രോമിസ് തന്നിട്ടാണ് ഈ ഒരു പ്രവൃത്തി ചെയ്തത് എന്നുള്ള ഒരു കാര്യത്തിൽ കേസ് രജിസ്റ്റർ ചെയ്യാനോ അല്ലെങ്കിൽ ശിക്ഷിക്കാനോ പറ്റില്ല എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു കേസ് കോടതി തള്ളിയിട്ടുള്ളത്. ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കോമെന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇൻഫോർമേറ്റീവ് ആയാൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. And thanks for watching me and stay tuned for another video. Okay, thank you.